റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ലത്തീൻ സഭ പ്രാദേശിക രാഷ്ട്രീയ സമിതി രൂപീകരിച്ചു. ജനപ്രതിനിധികളായി സഭയിൽ നിന്നുള്ളവരെ കൂടുതലായി എത്തിക്കലാണ് ലക്ഷ്യം. 5 മേഖലകളായി തിരിച്ചാണ് പ്രവർത്തനമെന്ന് വികാരി ജനറൽ യൂജിൻ പെരേര റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുല്ലുവിള മേഖല യോഗത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം, പ്രതികരണവും കേൾക്കാം. സഭ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ അർഹമായ പ്രാതിനിധ്യം പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ 12 പേര് ഈ പറഞ്ഞിരിക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഭരണ സംവിധാനങ്ങളിലൊക്കെ അവിടുത്തെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ മറ്റ് ആളുകളൊക്കെ വരുന്ന അപ്പോൾ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ തിരുത്തി കുറിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. നിയമസഭകളിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, കോർപ്പറേഷനിൽ, പാർട്ടി സ്ഥാനങ്ങളിലൊക്കെ അർഹമായ പ്രാതിനിധ്യം ലഭ്യമാക്കണം. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി സഭ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ? അരുൺ, സഭ രാഷ്ട്രീയത്തിൽ നേരിട്ട് പ്രവേശിപ്പിച്ച് അവിടെ വിജയിപ്പിച്ചെടുക്കുക എന്നതല്ല ലത്തീൻ സഭാ നേതൃത്വത്തിൻ്റെ ഇപ്പോഴുള്ള തന്ത്രം. പകരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സഭയ്ക്ക് പ്രാതിനിധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകണം. സഭയ്ക്ക് കൂടുതൽ വോട്ടുള്ള സ്ഥലങ്ങളിൽ സഭയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ളത് UDFിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് സഭയുടെ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ വിജയിപ്പിക്കണം. അതല്ല LDFിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും അവിടെ സഭയുടെ സ്ഥാനാർത്ഥി, അത് ടോട്ടലി സഭ, ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്നുള്ള ആളുകൾ ജനപ്രതിനിധികളായി അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് വരണം എന്നതാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ തീരുമാനം. അതനുസരിച്ചാണ് പ്രാദേശിക രാഷ്ട്രീയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 5 മേഖലകളായി തിരിച്ചാണ് ഇവർ ക്യാമ്പയിൻ നടത്തുന്നത്. വർക്കല മുതൽ ചിറയൻകീഴ് വരെ വരുന്നത് 1ാമത്തെ മേഖല, പുതുക്കുറിച്ചി മുതൽ കഠിനംകുളം വരെ വരുന്നത് 2ാമത്തെ മേഖല, പള്ളിത്തുറ മുതൽ വിഴിഞ്ഞം വരെ വരുന്ന തീരദേശ പ്രദേശം 3ാമത്തെ മേഖല, മലമുകൾ മുതൽ കഴക്കൂട്ടം വരുന്നത് 4ാമത്തെ മേഖല, കോട്ടുകാൽ പഞ്ചായത്ത് മുതൽ കൊളത്തൂർ പഞ്ചായത്ത് വരെ 5ാമത്തെ മേഖല. ഈ 5 മേഖലകളും തീരദേശ പ്രദേശങ്ങളിലാണ്. ഇതിൽ വികാരി ജനറൽ യൂജിൻ പെരേര സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ 15ഓ 16ഓ അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ അതിൽ 13 പേരും ഒരുപക്ഷെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും. പക്ഷേ ആ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോഴോ വൈസ് പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോഴോ ഒന്നും കൃത്യമായ പരിഗണന ആ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരു കൂട്ടായ്മ സഭയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് ആ പ്രദേശത്ത് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ സഭയുടെ ഇടവക അംഗങ്ങളെ നിർത്തി വിജയിപ്പിച്ച് കരുത്ത് തെളിയിക്കുക എന്നൊരു രാഷ്ട്രീയ നീക്കത്തിന് ലത്തീൻ കത്തോലിക്ക സഭ തുടക്കമിടുന്നത്. അതിൻ്റെ മേഖലാതല യോഗങ്ങൾ തുടങ്ങി. ഇന്നലെ പുല്ലുവിളയിലായിരുന്നു ആദ്യ യോഗം. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചതും. താങ്ക് യു റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അങ്ങനെ ലത്തീൻ സഭ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ പോവുകയാണ്. സഭയിൽ നിന്നുള്ള പ്രതിനിധികളെ പരമാവധി ഭരണസ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും സഭയുടെ നീക്കം. അതിനുവേണ്ടിയാണ് പ്രാദേശിക രാഷ്ട്രീയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് മേഖലാടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കാൻ സഭ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയിക്കുന്നത്.